ശ്രീഗണേശാശാരദാ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീഹരിയം ഒരു നിഴൽ നാരായണീയം. ദശകം 55. കാളിയമർദ്ദനം. അനന്തരം ഭഗവാനോ കാളിന്തി തൻ തീരത്തുള്ള കടമ്പൂമാരം തന്നൂടെ സമീപത്തെത്തി. വിഷമേറും കാളിയനെ പറഞ്ഞയക്കുവാനായി വിശ്വപാലകനാം ദേവൻ തീർച്ചപ്പെടുത്തി. പുറ്റൻ തളിരുളിരുകും സുന്ദരപാദങ്ങൾ വിഷ പുക കാറ്റിൽ കരിഞ്ഞൊരാ കടമ്പിൽ കേറ്റി. ഇളകി മാറിയുന്നൊരാ ആഗാധ ജലത്തിലേക്കു ഇന്ദ്രപൂജിതനം കണ്ണൻ കുതിച്ചു ചാടി. മൂന്നു ലോകങ്ങളുടെയും ഭാരം വഹിക്കുന്ന നിന്റെ കനത്ത ഭാരത്താൽ വെള്ളം ഉയർന്നു പൊങ്ങി. വലിയ ശബ്ദമുണ്ടാക്കി കാടിന്തി കര കവിഞ്ഞു. ഏറെ ദൂരം തീരമെല്ലാം വെള്ളത്തിൽ മുക്കി. ആകെ ഇളകി മാറിഞ്ഞ വെള്ളത്തിൻ്റെ ശബ്ദം കേട്ടു അവിവേകിയാം കാളിയൻ കോപിഷ്ഠനായി. കറുത്ത നിറമോലുന്ന കണ്ണനെ എതിരിടാനായി കരുത്തനം കൃഷ്ണ സർപ്പം ഉയർന്നു പൊങ്ങി. 1000 ബാണത്തിൽ നിന്നും അഗ്നി തുപ്പിടുന്ന പോലെ അതിഘോര വിഷം തുപ്പി കാളിയ സർപ്പം. 1000 കോടുമൂടികൾ അലങ്കാരമായിടുന്ന അഞ്ജന പർവ്വതം പോലെ മുന്നിൽ തിളങ്ങി. വിഷക്കാറ്റു കക്കുന്നോരാ കാളിയനം ഘോര സർപ്പം വിഷമിച്ചു ഭഗവാന്റെ ചലനം കാണാൻ. കാമിനി രാധിക കെട്ടിപ്പിടിച്ചിടുന്ന പോലവേ കാളിയനോ ഭഗവാനെ വരിഞ്ഞു ചുറ്റി. നദിയിൽ ചാടിയ നന്ദനന്ദനനെ കാണാതായി ഗോക്കളും ഗോപാലന്മാരും ദുഃഖിതരായി. അമ്പാടിയിൽ പലതരം ദുർനിമിത്തം കണ്ടതിനാൽ അച്ഛനും അമ്മയും നദീതീരത്തിലെത്തി. ജീവനായകനാം ദേവാ അവിടുത്തെ സ്ഥിതി കണ്ടു ജീവൻ കളയാൻ തയ്യാറായി ഗോപീഗോപന്മാർ. മഹാസർപ്പബന്ധനത്തെ വേർപെടുത്തി മണിവർണ്ണൻ മന്ദസ്മിതം തൂകി മെല്ലെ ഉയർന്നു വന്നു. പൊട്ടിച്ചിരിച്ചല്ലോ തവ കാശീലമ്പൂ മധുരമായി ശ്രുതിയായി കൈവളതൻ മധുരനാദം. മംഗളനാദത്തിനൊപ്പം മനോഹര നൃത്തം വച്ചു മണിവർണ്ണൻ സർപ്പത്തിൻ്റെ ഫണത്തിന്മേലെ. അവിടുത്തെ നൃത്തം കണ്ടു നടരാജൻ നോക്കി നിന്നു. അമരന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു സ്തുതിച്ചു ആനന്ദിച്ചു ഗോപജനം സന്തോഷിച്ചു മാമുനിമാർ. അനവദ്യ സുന്ദരാനീ രോഗം മാറ്റേണേ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.